നമ്മുടെ ദിശ അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വരാൻ പോകുന്ന CGL എക്സാമിന് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 200 ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഫാക്റ്റുകളും ഡിസ്കസ് ചെയ്യുന്ന ഒരു സെക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള 8ാമത്തെ ക്ലാസ് ആണിന്ന്. ഈ 7 ക്ലാസ്സുകളിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് CGL ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകളും തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഈ ഒരു സീരീസിലെ ക്ലാസ്സുകൾ 100% നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നോക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പ്രൈമറി ലിറ്റററി സോഴ്സ് ഓഫ് ഗുപ്ത പീരീഡ്? ഗുപ്ത പീരീഡിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലിറ്റററി സോഴ്സ് ഏതാണ്? നാസിക് ഇൻസ്ക്രിപ്ഷൻ ഓഫ് ഗൗതമിപുത്ര ശതകർണി ആദ്യത്തെ ഓപ്ഷൻ. അവിടെ ചില ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടല്ലോ, ചിലപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചത് അറിയില്ലെങ്കിലും ഓപ്ഷൻസ് നിന്ന് എലിമിനേറ്റ് ചെയ്ത ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഗുപ്ത പീരീഡിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലിറ്റററി സോഴ്സ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ഓപ്ഷൻ നോക്കുമ്പോൾ നാസിക് ഇൻസ്ക്രിപ്ഷൻ ഓഫ് ഗൗതമിപുത്ര ശതകർണി. നമുക്കറിയാം ഈ ഗൗതമിപുത്ര ശതകർണി എന്ന് പറയുന്നത് ശതവാഹന ഡൈനാസ്റ്റിയിലെ റൂളറാണ്. അപ്പൊ അതല്ല എന്ന് മനസ്സിലായി. സെക്കൻഡ് ഓപ്ഷൻ നോക്കുന്നു, ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ ഓഫ് പുലികേശിൻ സെക്കൻഡ്. ചാലുക്യ ഡൈനാസ്റ്റിയിലെ റൂളറാണ് ആരെന്ന് പറയുന്നത്? പുലികേശിൻ സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ അങ്ങ് എലിമിനേറ്റ് ചെയ്തു. തേർഡ് ഓപ്ഷൻ നോക്കുന്നു, അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ ഓഫ് സമുദ്രഗുപ്ത. ഓക്കെ, ഫോർത്ത് ഓപ്ഷൻ നോക്കുന്നു, അതോടെ നിൽക്കട്ടെ. ഫോർത്ത് ഓപ്ഷൻ നോക്കുന്നു, ഹാത്തിഗുംബ ഇൻസ്ക്രിപ്ഷൻ ഓഫ് കരവേല. കലിംഗയിലെ റൂളറാണ് കരവേലൻ. അപ്പൊ അതുമല്ല. ആൻസർ കറക്റ്റ് ഏതാണ്? അലഹബാദ് ഇൻസ്ക്രിപ്ഷൻ ഓഫ് സമുദ്രഗുപ്തയാണ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. അലഹബാദ് ഇൻസ്ക്രിപ്ഷൻ ഓഫ് സമുദ്രഗുപ്തയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ ഗുപ്ത ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ എന്നറിയപ്പെടുന്ന ആരെയായിരുന്നു? ശ്രീഗുപ്തനെ ആയിരുന്നു അല്ലെ. അതിനുശേഷം അധികാരത്തിൽ വരുന്ന ആരാണ്? ഘടോത്കച ഗുപ്തനാണ് അല്ലെ. ശ്രീഗുപ്തന് ശേഷം അധികാരത്തിൽ വരുന്ന ആരാണ്? ഘടോത്കച ഗുപ്ത. ഘടോത്കച ഗുപ്തന് ശേഷം പിന്നീട് അധികാരത്തിൽ വരുന്ന ആരാണ്? ചന്ദ്രഗുപ്ത ഫസ്റ്റ് അല്ലെ. ചന്ദ്രഗുപ്ത ഫസ്റ്റിന് ശേഷം അധികാരത്തിൽ വരുന്ന ആരാണ്? സമുദ്രഗുപ്ത. ചന്ദ്രഗുപ്ത ഫസ്റ്റിന് ശേഷം അധികാരത്തിൽ വരുന്ന ആരാണ്? സമുദ്രഗുപ്തനാണ്. ഓർത്തോളുക, ഈ അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ ഇത് കമ്പോസ് ചെയ്യുന്ന ആരാണെന്ന് ക്വസ്റ്റ്യൻ വരും. അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ കമ്പോസ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഹരിസേന കേട്ടോ. അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ കമ്പോസ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഹരിസേന. മുന്നേ ഉള്ള ക്ലാസ്സുകളിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ഫാക്ടുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ശരിക്കും ഗുപ്ത എംപയറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലിറ്റററി സോഴ്സ് എന്ന് പറയുന്നത് അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ ഓഫ് സമുദ്രഗുപ്ത. എന്നാൽ ബാക്കിയുള്ള ഓപ്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ചധികം ഫാക്ടുകൾ ഞാൻ പറഞ്ഞുതരാം. നോക്കേ, ആദ്യത്തെ ഓപ്ഷൻ നോക്കേ, നാസിക് ഇൻസ്ക്രിപ്ഷൻ ഓഫ് ഗൗതമിപുത്ര ശതകർണി അല്ലെ. ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞു ശതവാഹന ഡൈനാസ്റ്റി അല്ലെ. ശതവാഹന ഡൈനാസ്റ്റി, ഈ ശതവാഹന ഡൈനാസ്റ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളറാണ് ആരെന്ന് പറയുന്നത്? ഗൗതമിപുത്ര ശതകർണി എന്ന് പറയുന്നത് കേട്ടോ. ശതവാഹന ഡൈനാസ്റ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളറാണ് ആരെന്ന് പറയുന്നത്? ഗൗതമിപുത്ര ശതകർണി എന്ന് പറയുന്നത്. ഏക ബ്രാഹ്മണ കേട്ടോ. ഏക ബ്രാഹ്മണ എന്ന് അറിയപ്പെട്ടതും ആരെയായിരുന്നു? ഗൗതമിപുത്ര ശതകർണിയായിരുന്നു. ശതവാഹന ഡൈനാസ്റ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളർ ആയിരുന്നു ആര്? ഗൗതമിപുത്ര ശതകർണി. ഏക ബ്രാഹ്മണ എന്ന് അറിയപ്പെട്ടത് ആരെയായിരുന്നു? ഗൗതമിപുത്ര ശതകർണിയായിരുന്നു. ശതവാഹന ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ പക്ഷെ ആരാണ്? ശതവാഹന ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിമുഖയാണ് കേട്ടോ. അതും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ശതവാഹന ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമുഖയാണ്. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ശതവാഹന ഡൈനാസ്റ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു 3 ക്വസ്റ്റ്യൻസ് കൂടി എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. നമ്മുടെ ബുദ്ധിസ്റ്റ് മോങ്കുകൾക്കും ബ്രാഹ്മണാസിനും ടാക്സ് ഫ്രീ ആയിട്ട് വില്ലേജസ് ഡൊണേറ്റ് ചെയ്ത ഡൈനാസ്റ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശതവാഹന ഡൈനാസ്റ്റിയാണ് കേട്ടോ. ആർക്കൊക്കെയാണ്? ബ്രാഹ്മണാസിനും, പഠിച്ചോണേ, ബ്രാഹ്മണാസിനും അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് മോങ്കുകൾക്കും കേട്ടോ. ബ്രാഹ്മണാസിനും അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് മോങ്കുകൾക്കും ടാക്സ് ഫ്രീ ആയിട്ടുള്ള വില്ലേജസ് നൽകിയ ഡൈനാസ്റ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ശതവാഹന ഡൈനാസ്റ്റി.
ഇവരുടെ ടൈം പീരീഡിൽ ഇവർ കുറച്ച് കോയിൻസുകളൊക്കെ മിന്റ് ചെയ്തു. ഏത് കോയിൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലെഡ് കോയിൻസ് ആണ് കേട്ടോ. ശതവാഹന ഡൈനാസ്റ്റിയുടെ ടൈം പീരീഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോയിൻസ് ഏത് കോയിൻസ് ആയിരുന്നു? ലെഡ് കോയിൻസ് ആയിരുന്നു. അജന്ത കേവ്സിന്റെ കാർവിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ശതവാഹന ഡൈനാസ്റ്റിയുടെ ടൈം പീരീഡിലാണ് കേട്ടോ. അജന്ത കേവ്സിലെ കാർവിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ശതവാഹന ഡൈനാസ്റ്റിയുടെ ടൈം പീരീഡിൽ. അപ്പൊ ഈ പോയിന്റുകളെല്ലാം അറിയുക. ശതവാഹന ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ സിമുഗയാണ്. എന്നാൽ ശതവാഹന ഡൈനാസ്റ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളർ ആയിരുന്നു ആര്? ഗൗതമിപുത്ര ശതകർണി. ഏക ബ്രാഹ്മണ എന്നറിയപ്പെട്ടിരുന്നത് ഗൗതമിപുത്ര ശതകർണിയായിരുന്നു. ബ്രാഹ്മണാസിനും ബുദ്ധിസ്റ്റ് മോങ്കുകൾക്കും ടാക്സ് ഫ്രീ ആയിട്ടുള്ള വില്ലേജ് നൽകിയിരുന്നത് ശതവാഹന ഡൈനാസ്റ്റിയിലെ റൂളേഴ്സ് ആയിരുന്നു. ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോയിൻ എന്ന് പറയുന്നത് ലെഡ് കോയിൻസ് ആണ്. അജന്ത കേവ്സിന്റെ കാർവിങ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ശതവാഹന ഡൈനാസ്റ്റിയുടെ ടൈം പീരീഡിലാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ദെൻ നമുക്ക് നോക്കാം. അടുത്തേന്ന് പറയുന്നത് ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ ഓഫ് പുലികേശിൻ സെക്കൻഡ്. ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ ഓഫ് പുലികേശിൻ സെക്കൻഡ് ഇത് കമ്പോസ് ചെയ്യുന്ന ആരാണ്? രവികീർത്തിയാണ് കേട്ടോ. ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ ഓഫ് പുലികേശിൻ സെക്കൻഡ് ഇത് കമ്പോസ് ചെയ്യുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ രവികീർത്തി. ഞാൻ പറഞ്ഞു ചാലുക്യ ഡൈനാസ്റ്റിയിലെ റൂളർ ആയിരുന്നു ആരെന്ന് പറയുന്നത്? നമ്മുടെ പുലികേശിൻ സെക്കൻഡ് എന്ന് പറയുന്നത് അല്ലെ. ചാലുക്യ ഡൈനാസ്റ്റിയിലെ റൂളർ ആയിരുന്നു ആരെന്ന് പറയുന്നത്? പുലികേശിൻ സെക്കൻഡ് കേട്ടോ. അതുകൂടി അറിയുക. ചാലുക്യ ഡൈനാസ്റ്റിയിലെ റൂളർ ആയിരുന്നു ആരെന്ന് പറയുന്നത്? പുലികേശിൻ സെക്കൻഡ് എന്ന് പറയുന്നത്. Then ഹാത്തിഗുംബ ഇൻസ്ക്രിപ്ഷൻ ഓഫ് കരവേല കേട്ടോ. ഹാത്തിഗുംബ ഇൻസ്ക്രിപ്ഷൻ ഓഫ് കരവേല കലിംഗയിലെ റൂളർ ആയിരുന്നു ആരെന്ന് പറയുന്നത്? കരവേല എന്ന് പറയുന്നത്. അപ്പോ ഈ ഓപ്ഷനിലുള്ള 4 കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചോളുക. നാസിക് ഇൻസ്ക്രിപ്ഷൻ ആരെ പറ്റിയ? ഗൗതമിപുത്ര ശതകർണി. ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ പുലികേശിൻ സെക്കൻഡ്. അലഹബാദ് ഇൻസ്ക്രിപ്ഷൻ സമുദ്രഗുപ്ത. ഹാത്തിഗുംബ ഇൻസ്ക്രിപ്ഷൻ കരവേല. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കാലോ. നമുക്ക് അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. UPSC ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണെന്ന് അറിയാം. കണ്ടക്ട് എക്സാമിനേഷൻ ഫോർ അപ്പോയിന്റ്മെന്റ്സ് ടു ദ സർവീസസ് ഓഫ് ദി യൂണിയൻ ആൻഡ് ദ സർവീസ് ഓഫ് ദി സ്റ്റേറ്റ്. അതായത് ശരിക്കും UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണെന്ന് പറയുന്നു. ഇത് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നു. എങ്ങോട്ടേക്കൊക്കെയാ? അപ്പോയിന്റ്മെന്റ്സ് ടു ദ സർവീസസ് ഓഫ് ദി യൂണിയൻ, യൂണിയനിലേക്കും ആൻഡ് സർവീസ് ഓഫ് ദി സ്റ്റേറ്റിലേക്കും അണ്ടർ ദ ആർട്ടിക്കിൾ. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് നമ്മുടെ പബ്ലിക് സർവീസ് എക്സാമിനേഷൻ യൂണിയനിലേക്കും സ്റ്റേറ്റിലേക്കും കണ്ടക്ട് ചെയ്യുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. അത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആർട്ടിക്കിൾ 320 ആണ് കേട്ടോ. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 320 പ്രകാരമാണ്. ഓക്കെ, അപ്പോ ഇത് 2024 CGL എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നതിന് മുന്നേ നമുക്കറിയാം നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ വരുന്ന CGL അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള CGL, CHSL, MTS, GD, അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേ എക്സാംസുകൾക്ക് ഇവയ്ക്ക് എല്ലാത്തിനും 20% ഓഫർ അവൈലബിൾ ആണ്. അപ്പോൾ കൃത്യമായിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അവസരമാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ ഈ അവസരം നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ കൃത്യമായിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഈ ഒരു അവസരം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഓഫേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തൊട്ടടുത്ത ഇനി വരുന്ന സ്ലൈഡിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. മാത്രമല്ല നിങ്ങൾക്ക് ഫ്രീഡം 20 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ ഡയറക്ട്ലി നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഏത് കോഴ്സാണോ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ കോഴ്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫ്രീഡം 20 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ തികച്ചും 20% ഓഫറിൽ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
അല്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നോക്കേ. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ദാറ്റ് there shall be a vice president of India? നമുക്കൊരു വൈസ് പ്രസിഡന്റ് ഉണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇതുമായിട്ട് കണക്ട് ചെയ്ത ആർട്ടിക്കിൾ ഒക്കെ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആർട്ടിക്കിൾ പറയാതെ സ്കിപ്പ് ചെയ്യുന്നത്. അതായത് വൈസ് പ്രസിഡന്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? there shall be a vice president of India. വൈസ് പ്രസിഡന്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ആർട്ടിക്കിൾ 63 ആണ്. കേട്ടോ, നമുക്കൊരു വൈസ് പ്രസിഡന്റ് ഉണ്ടെന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 63 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓൾറെഡി ഞാൻ പറഞ്ഞു നമുക്ക് നമ്മുടെ ആപ്പ് വഴി നമ്മുടെ CGL കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ലൈവായിട്ടായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. അതിന്റെ റെക്കോർഡ് വേർഷൻസ് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ടൈം അനുസരിച്ച് ക്ലാസ്സുകൾ ബാലൻസ് ചെയ്ത് കാണാനായിട്ട് പറ്റും. ഇനി ഒരു പക്ഷേ റെക്കോർഡ് വേർഷൻസ് കാണാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ മീൻസ് ലൈവ് ക്ലാസ്സുകൾ കാണാൻ പറ്റിയില്ലെങ്കിൽ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സസ് അവിടെ അവൈലബിൾ ആയിരിക്കും. ലൈവ് ക്ലാസ്സുകൾ ആയതുകൊണ്ട് തന്നെ ഫാക്കൽറ്റീസുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. വരുന്ന ഡൗട്ടുകളൊക്കെ അപ്പം തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങളെ പഠിത്തത്തിൽ കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ട് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഓഫർ കൂടി കിടപ്പുണ്ട്. ഇൻഡിപെൻഡൻസ് ഡേയുടെ ഓഫർ മുന്നേ ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. എന്തെങ്കിലും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യം അറിയണം എന്നുണ്ടെങ്കിൽ 8075753676 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ അടുത്തെന്ന് പറയുന്നത് the birth anniversary of Mahatma Gandhi is celebrated as the national festival of India. In which of the following years was Gandhiji born? CGL എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ. ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ അല്ലേ? ഗാന്ധി ബോൺ ചെയ്ത വർഷം എന്നാ 1869 ഒക്ടോബർ 2 ഗാന്ധിജി ജനിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ഫാക്റ്റുകൾ ഞാൻ പറഞ്ഞുതരാൻ പോവാം. അപ്പൊ അതെന്ത് ചെയ്യണം, അതെല്ലാം അങ്ങ് കൃത്യമായിട്ട് പഠിച്ചോണം. അപ്പൊ 1869 ഒക്ടോബർ 2 ഗാന്ധിജി ബോൺ ചെയ്യുന്നത്. എവിടെയാ? നമ്മുടെ ഗുജറാത്തിലെ പോർബന്ദറിൽ. കേട്ടോ, ഗാന്ധിജി ജനിക്കുന്നത് എവിടെയാ? ഗുജറാത്തിലെ പോർബന്ദറിൽ എന്നാണ് നമുക്ക് അറിയാവുന്ന കാര്യം. 1869 ഒക്ടോബർ 2. ഓക്കെ, ഫാദർ എന്ന് പറയുന്നത് ആരാണ്? കരംചന്ദ് ഗാന്ധി. മദർ എന്ന് പറയുന്നത് മദർ പുത്തലിബായി. ഗാന്ധിജിയുടെ വൈഫാണ് ആര്? കസ്തൂർബ ഗാന്ധി. അപ്പോ ഗാന്ധിജി ലോ ഒക്കെ പഠിക്കുന്നു. ഗാന്ധിജി ലോ പഠിക്കാൻ പോയ എവിടെയാണ്? ലണ്ടനിലാണ് കേട്ടോ. ഗാന്ധിജി ലോ പഠിക്കാനായിട്ട് പോകുന്നത് എവിടെയാണ്? ലണ്ടനിൽ. ലോ ഒക്കെ പഠിച്ചു കഴിഞ്ഞ് ഒരു 1893 ആയപ്പോ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ ഓർഡറിൽ അങ്ങ് പഠിച്ചു. കുറേയധികം ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് കിട്ടും കേട്ടോ. ലോ ഒക്കെ പഠിച്ചു കഴിഞ്ഞ് 1893 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഗാന്ധിജി എങ്ങോട്ടേക്ക് പോകുന്നു? സൗത്ത് ആഫ്രിക്കയിലോട്ട് പോകുന്നു. അപ്പൊ സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധിജി പ്രോട്ടീരിയ ടു ദർബൻ കേട്ടോ, ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ ഗാന്ധിജി പ്രോട്ടീരിയ ടു ദർബൻ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഗാന്ധിജി ഒരു നോൺ വൈറ്റ് പീപ്പിൾ ആയതുകൊണ്ട് ഗാന്ധിജിയോട് ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ നിന്ന് മാറി യാത്ര ചെയ്യാൻ പറയുകയാണ്. ഇതിൽ വിസമ്മതിച്ച ഗാന്ധിജിയെ പീറ്റർ മാരിസ്ബർഗ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് എന്ത് ചെയ്യാണ്? പിടിച്ചു തെള്ളുകയാണ്, അല്ലെങ്കിൽ പുറത്തേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് പിടിച്ചു തെള്ളുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തൊട്ടടുത്ത വർഷമായ 1894 തന്നെ ഗാന്ധിജി നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് ഫോം ചെയ്യുന്നു. ഒരുപാട് തവണ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് ഫോം ചെയ്ത ആരാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്? ഗാന്ധിജി. ഏത് വർഷമാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്? 1894. അപ്പോ 1894 നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് ഫോം ചെയ്യുന്നു. ആരാണ്? ഗാന്ധിജി. എവിടെയാണ്? സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ട്. കാരണം 1893 ഒരു കേസിന്റെ വിചാരണയുമായി റിലേറ്റ് ചെയ്ത് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലോട്ട് പോയിട്ടാണുള്ളത്. അപ്പൊ 1894 സൗത്ത് ആഫ്രിക്കയിൽ തന്നെ നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് ആര് ഫോം ചെയ്യുന്നു? ഗാന്ധിജി ഫോം ചെയ്യുന്നു. കുറച്ച് വർഷങ്ങൾ കഴിയുന്നു, 1899 ആയി. ഈ 1899 ആയ സമയത്ത് അവിടെ സെക്കൻഡ് ബോവർ വാർ നടക്കുക കേട്ടോ. 1899 ആയ സമയത്ത് എന്ത് നടക്കാണ്? സെക്കൻഡ് ബോവർ വാർ നടക്കുക. 1899 ആയ സമയത്ത് സെക്കൻഡ് ബോവർ വാർ നടക്കുക. 1899 ആയ സമയത്ത് സെക്കൻഡ് ബോവർ വാർ നടക്കുകയാണ്.
ഈ സെക്കൻഡ് ബോവർ വാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നേറ്റൽ ഇന്ത്യൻ ആംബുലൻസ് കോർപ്സ് ഗാന്ധിജി ഫോം ചെയ്യുന്നു. കേട്ടോ, നേറ്റൽ ഇന്ത്യൻ ആംബുലൻസ് കോർപ്സ് ഫോം ചെയ്യുന്നു. ഇതെല്ലാം എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നേറ്റൽ ഇന്ത്യൻ ആംബുലൻസ് കോർപ്സ് ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ പറഞ്ഞത് ഇങ്ങനെ 1894 നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് ഫോം ചെയ്യുന്നു. 1899 നേറ്റൽ ഇന്ത്യൻ ആംബുലൻസ് കോർപ്സ് ഫോം ചെയ്യുന്നു. 1903 എന്താണ് 1903 ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ റിലീസ് ചെയ്യുന്നു. കേട്ടോ, 1903 ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ റിലീസ് ചെയ്യുന്നു. അവിടെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്, ഏതൊക്കെ ലാംഗ്വേജിലാണ് ഈ ഒരു ന്യൂസ് പേപ്പർ റിലീസ് ചെയ്തത്? ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ റിലീസ് ചെയ്യുന്നത് ഏതൊക്കെ ലാംഗ്വേജിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുജറാത്തി, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ്. കേട്ടോ, ഗുജറാത്തി, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ്. അപ്പൊ പ്രോപ്പർ ഓർഡറിൽ ഒന്ന് ആലോചിച്ച് നോക്കേ. 1894 നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ്, 1899 സെക്കൻഡ് ബോവർ വാറിന്റെ സമയത്ത് നേറ്റൽ ഇന്ത്യൻ ആംബുലൻസ് കോർപ്സ് ഫോം ചെയ്തു. ദെൻ 1903 ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ റിലീസ് ചെയ്തു. ഏതൊക്കെ ലാംഗ്വേജിലാ? ഗുജറാത്തി, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ്. 1904 ഫീനിസ് ആശ്രമം, സൗത്ത് ആഫ്രിക്കയിൽ തന്നെ ഫീനിസ് ആശ്രമം എസ്റ്റാബ്ലിഷ് ചെയ്തു. 1908 ഗാന്ധിജിയെ സത്യാഗ്രഹത്തിൽ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, 1908 ഗാന്ധിജിയെ സത്യാഗ്രഹത്തിൽ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, 1904 സൗത്ത് ആഫ്രിക്കയിൽ തന്നെ ഫീനിസ് ആശ്രമം, 1908 ഗാന്ധിജിയെ സത്യാഗ്രഹത്തിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു? അറസ്റ്റ് ചെയ്യുന്നു. 1909 ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്ന ബുക്ക് റിലീസ് ചെയ്യുന്നു. 1909 ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്ന ബുക്ക് റിലീസ് ചെയ്യുന്നു. ലിയോ ടോൾസ്റ്റോയുടെ റൈറ്റിംഗ്സിൽ വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആളായിരുന്നു ആര്? ഗാന്ധിജി. 1910 ടോൾസ്റ്റോയി ഫാം എസ്റ്റാബ്ലിഷ് ചെയ്യും. ടോൾസ്റ്റോയുടെ റൈറ്റിംഗിൽ വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആളായിരുന്നു ആര്? ഗാന്ധിജി. 1910 ടോൾസ്റ്റോയി ഫാം എന്ത് ചെയ്യുന്നു? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. 1915 ജാനുവരി 9 സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു. ഓക്കെ, ബാക്കി കഥകൾ വരുന്ന ക്ലാസ്സുകളിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഈ പറഞ്ഞത് ഓരോ ഫാക്റ്റുകൾ എക്സാംസിന്റെ ഓരോ ക്വസ്റ്റിനാ. ഒരു ഫാക്ട് പോലും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചോണം. എടാ, ഇങ്ങനെയാണ് പറഞ്ഞത്. മഹാത്മാഗാന്ധിയുടെ ബർത്ത് ആനിവേഴ്സറി എന്നാണ്, അല്ലെങ്കിൽ മഹാത്മാഗാന്ധി ബോൺ ചെയ്യുന്ന ഏത് വർഷമാണെന്നാണ് ക്വസ്റ്റ്യൻ. 1869 ഒക്ടോബർ 2. എവിടെയാ? ഗുജറാത്തിലെ പോർബന്ദറിൽ. ഫാദർ കരംചന്ദ് ഗാന്ധി, മദർ പുത്തലിബായി, വൈഫ് കസ്തൂർബ ഗാന്ധി. അപ്പൊ 1893 സൗത്ത് ആഫ്രിക്കയില് പ്രോട്ടീരിയ ടു ഡർബൻ ട്രാവൽ ചെയ്യുന്ന സമയത്താണ് ഗാന്ധിജി ഒരു നോൺ വൈറ്റ് പീപ്പിൾ ആയതുകൊണ്ട് ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ നിന്ന് മാറി യാത്ര ചെയ്യാനായിട്ട് പറയുന്നത്. തൊട്ടടുത്ത വർഷം 1894 സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ട് തന്നെ നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് ഫോം ചെയ്യുന്നു. 1899 സെക്കൻഡ് ബോവർ വാറുമായിട്ട് റിലേറ്റ് ചെയ്ത് നേറ്റൽ ഇന്ത്യൻ ആംബുലൻസ് കോർപ്സ് ഫോം ചെയ്യുന്നു. 1903 ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ റിലീസ് ചെയ്യുന്നു. ഗുജറാത്തി, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് ഈ 4 ലാംഗ്വേജസിൽ. ദെൻ 1904 ഫീനിസ് ആശ്രമം. 1908 സത്യാഗ്രഹവുമായിട്ട് റിലേറ്റ് ചെയ്ത് ഗാന്ധിജി അറസ്റ്റ് ചെയ്യുന്നു. 1909 ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്ന ബുക്ക് റിലീസ് ചെയ്യുന്നു. 1910 ടോൾസ്റ്റോയി ഫാം. ലിയോ ടോൾസ്റ്റോയുടെ റൈറ്റിംഗ്സിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആളായിരുന്നു ആരെന്ന് പറയുന്നത്? ഗാന്ധിജി. 1915 ജാനുവരി 9 ഗാന്ധിജി എന്ത് ചെയ്യുന്നു? സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ ഓക്കെ എടാ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതാ നോക്കേ. Authored by Tolkappiyar is the earliest Tamil literature. Tolkappiyar എഴുതിയ ബുക്ക് ഏതാണ്? തൊൽക്കാപ്പിയം. ഓക്കെ ഓക്കെ ഓൾറെഡി നമ്മൾ എവിടെയോ കണക്റ്റഡ് ഫാക്റ്റിൽ നിങ്ങളെ പഠിപ്പിച്ചതാണ്. തൊൽക്കാപ്പിയാർ എഴുതിയ ബുക്കാണ് ഏത്? തൊൽക്കാപ്പിയം. സിലപ്പതികാരം എഴുതിയത് ആരാണ്? സിലപ്പതികാരം
സിലപ്പതികാരം എഴുതിയത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഇളങ്കോ അടികൾ അല്ലെ. സിലപ്പതികാരം എഴുതിയത് ആരാണ്? സിലപ്പതികാരം എഴുതിയത് ഇളങ്കോ അടികൾ. ദെൻ തിരുക്കുറൾ എഴുതിയത് ആരാണ്? തിരുവള്ളുവർ. ഓക്കെ, തിരുക്കുറൾ എഴുതിയത് ആരാണ്? തിരുവള്ളുവർ. അപ്പൊ സിലപ്പതികാരം എഴുതിയത് ഇളങ്കോ അടികൾ, തിരുക്കുറൾ എഴുതിയത് ആരാണ്? തിരുവള്ളുവർ. ദെൻ മണിമേഖല എഴുതിയത് ആരാണ്? സിറ്റലൈ സറ്റനാർ. മണിമേഖല എഴുതിയത് ആരാണ്? സിറ്റലൈ സറ്റനാർ. ഓക്കെ, അപ്പൊ സിലപ്പതികാരം എഴുതിയത് ഇളങ്കോ അടികൾ, തിരുക്കുറൾ എഴുതിയത് തിരുവള്ളുവർ, മണിമേഖല എഴുതിയത് സിറ്റലൈ സറ്റനാർ. ഓക്കെ, അപ്പോ തൊൽക്കാപ്പി എഴുതിയത് ആരാണ്? തൊൽക്കാപ്പിയ. സിലപ്പതികാരം എഴുതിയത് ഇളങ്കോ അടികൾ, തിരുക്കുറൾ എഴുതിയത് തിരുവള്ളുവർ, മണിമേഖല എഴുതിയത് ആരാണ്? സിറ്റലൈ സറ്റനാർ. ഓക്കെ, Vakataka dynasty was directly related to Visgupta Empire. എടാ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ പഠിച്ചെങ്കിൽ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, കണക്ട് ചെയ്ത് വരുന്ന ഫാക്റ്റുകൾ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരും. അതിൽ തർക്കമില്ല, 100% ഷുവർ ആണ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇവിടെ വഗതക ഡൈനാസ്റ്റിയിലെ അല്ലെങ്കിൽ വഗതക ഡൈനാസ്റ്റി ഏത് ഗുപ്ത എംപയറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്നാ. ഡെഫിനറ്റ്ലി ആൻസർ ചന്ദ്രഗുപ്ത സെക്കൻഡ് ആണ്. അതെങ്ങനെ ആൻസർ ആയിട്ട് വന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചില്ലേ, ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ മകളായിട്ടുള്ള പ്രഭാവതി ഗുപ്തയാണ് വഗതക ഡൈനാസ്റ്റിയിലെ റൂളർ ആയിട്ടുള്ള രുദ്രസേന സെക്കൻഡ് വിവാഹം ചെയ്യുന്നത്. ആൻസർ ആയില്ലേ? ഓക്കെ, അതായത് ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ മകളായിട്ടുള്ള പ്രഭാവതി ഗുപ്തയാണ് ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ മകളായിട്ടുള്ള പ്രഭാവതി ഗുപ്ത. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചാ. ആ ക്ലാസ് ആരെങ്കിലും സ്കിപ്പ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ആ ക്ലാസ്സിൽ പോയി കണ്ടേക്ക് കേട്ടോ. അതായത് ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ മകളായിട്ടുള്ള പ്രഭാവതി ഗുപ്ത വിവാഹം ചെയ്യുന്നത് വഗതക ഡൈനാസ്റ്റിയിലെ റൂളർ ആയിട്ടുള്ള രുദ്രസേനനെയാണ്. രുദ്രസേന. ഓക്കെ, വഗതക ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണ്? നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ വരും. വഗതക ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണ്? വിന്ധ്യാശക്തി. കേട്ടോ, ഒന്ന് നോട്ട് ചെയ്തോളുക. വഗതക ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ആരാണ്? വിന്ധ്യാശക്തി. ഓക്കെ, വഗതക ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ആരാണ്? വിന്ധ്യാശക്തി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ടിപ്പാണി arises from the dash region of Gujarat. ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടോ? മുന്നേക്ക് ടിപ്പാണി ഡാൻസ് എവിടെയാണെന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പൊ ടിപ്പാണി ഡാൻസ് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ എവിടെയാണ്? ഗുജറാത്തിൽ. അവിടെ ഇപ്പൊ ചോദിച്ചുണ്ടോ, ടിപ്പാണി arises from the dash region of Gujarat. ഗുജറാത്തിൽ എവിടെയാണ് ഈ ടിപ്പാണി ഡാൻസ്? അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ ടിപ്പാണി ഡാൻസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൗരാഷ്ട്രയിലാണ്. കേട്ടോ, ഗുജറാത്തിൽ എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ സൗരാഷ്ട്ര. അപ്പോ ഗർഭ ഡാൻസ് എവിടെയാണ്? ഗുജറാത്തിലാണ്. ദന്ത്യാറാസ് ഗുജറാത്തിലാണ്. കേട്ടോ, നോട്ട് ചെയ്തോളുക. ഗർഭ ഡാൻസ്, ദന്ത്യാറാസ്, അതുപോലെ തന്നെ ഹല്ലിസാക്ക, ഹുഡോ, ദെൻ രത്വാനിഗർ. കേട്ടോ, ഇതൊക്കെ എവിടെയാണ്? ഗുജറാത്തിലാണ്. ഏതൊക്കെയാണ്? ഒന്ന് നോട്ട് ചെയ്തോളുക. ഗർഭ ഡാൻസ്, അതുപോലെ തന്നെ ദന്ത്യാറാസ്, ഹല്ലിസാക്ക, ഹുഡോ, രത്വാനിഗർ. ഇതെല്ലാം എവിടെയാ? ഗുജറാത്തില്. ഓക്കെ, ഗർഭ ഡാൻസ്, ദന്ത്യാറാസ്, ഹല്ലിസാക്ക, ഹുഡോ, രത്വാനിഗർ. ഇതെല്ലാം എവിടെയാ? ഗുജറാത്തില്. ഈ രത്വാനിഗർ എന്ന് പറയുന്ന ഡാൻസ് ഇന്ത്യയിൽ ഏത് ഫെസ്റ്റിവലിന്റെ ടൈം പീരീഡിലാണ് ഗുജറാത്തിൽ പെർഫോം ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പറഞ്ഞത് ഇങ്ങനെ: ഗർഭ, ദന്ത്യാറാസ്, ഹല്ലിസാക്ക, ഹുഡോ, രത്വാനിഗർ. അപ്പൊ ഇതില് ഈ രത്വാനിഗർ എന്ന് പറയുന്ന ഡാൻസ് ഗർഭ, ദന്ത്യാറാസ്, ഹല്ലിസാക്ക, ഹുഡോ, രത്വാനിഗർ. അപ്പൊ ഈ രത്വാനിഗർ എന്ന് പറയുന്ന ഡാൻസ് ഗുജറാത്തില് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത്
ഫെസ്റ്റിവൽ ടൈം പീരീഡിലാണ് ഗുജറാത്തിൽ ഡാൻസ് പെർഫോം ചെയ്യുന്നത് കഴിഞ്ഞാൽ ഹോളി, ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് അല്ലേ. ഹോളി ഫെസ്റ്റിവൽ ഈസ് ഓൾസോ നോൺ ആസ് ഫഗുവ. ഹോളി ഫെസ്റ്റിവലിന് അറിയപ്പെടുന്ന പേരാണ് എന്ന് പറയുന്നത് ഫഗുവ. ഹോളി ഫെസ്റ്റിവൽ ഈസ് ഓൾസോ നോൺ ആസ് ഫഗുവ. ഇതേത് മന്തിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിന്റെ ആൻസർ ഫൽഗുണ മന്ത്. ഹോളി ഫെസ്റ്റിവൽ ഈസ് ഓൾസോ നോൺ ആസ് ഫഗുവ. ഇതേത് മന്തിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഫൽഗുണ മന്തിൽ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? ഗർഭ, ദന്ത്യാറാസ്, ഹല്ലിസാക്ക, ഹുഡോ, അതുപോലെ തന്നെ രത്വാനിഗർ. ഈ രത്വാനിഗർ എന്ന് പറയുന്ന ഡാൻസ് ഹോളി ഫെസ്റ്റിവലിന്റെ ടൈം പീരീഡിലാണ് എന്ത് ചെയ്യുന്നത്? പെർഫോം ചെയ്യുന്നത്. ഹോളി ഫെസ്റ്റിവൽ ഈസ് ഓൾസോ നോൺ ആസ് ഫഗുവ. ഏത് മന്തില്? ഫൽഗുണ മന്ത്. ഓക്കെ, അവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മോസ്റ്റ് നോട്ടബിൾ ഫീച്ചർ ഓഫ് റൌഫ് ഡാൻസ് ഓഫ് കാശ്മീർ? മുന്നേ എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു റൌഫ് ഡാൻസ് എവിടെയാണെന്ന്. എവിടെയാ? ജമ്മു കാശ്മീരിലാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ഫുട് വർക്ക് ഡാൻസേഴ്സ് ആണ് കേട്ടോ. പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നതാണ് ഫുട് വർക്ക് ഡാൻസേഴ്സ് ആണ്. അപ്പോ റൌഫ്, അതുപോലെ തന്നെ ദുംഹൽ, ബന്ദ് ബദീർ, ഇതൊക്കെ എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് കേട്ടോ. റൌഫ്, ദുംഹല്, ബന്ദ് ബദീർ, ഓക്കെ, എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. ഒന്ന് നോട്ട് ചെയ്തോളുക. റൌഫ്, ദുംഹല്, ബന്ദ് ബദീർ. രണ്ട് ഡാൻസ് ഫോമിനെ നോട്ട് ചെയ്തോ. ഹാഫിസ, ഹിക്കാറ്റ് കേട്ടോ. അപ്പോ റൌഫ്, ദുംഹല്, ബന്ദ് ബദീർ, ഹാഫിസ, ഹിക്കാറ്റ്. ഓക്കെ, അപ്പൊ ഈ ഡാൻസ് ഫോംസ് ഒക്കെ എവിടെയാ? ജമ്മു കാശ്മീരിൽ. അപ്പൊ റൌഫ് ഡാൻസ് ജമ്മു കാശ്മീരിലാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ഫുട് വർക്ക് ഓഫ് ഡാൻസേഴ്സ്. അപ്പൊ ദുംഹല്, റൌഫ്, ബന്ദ് ബദീർ, ഹാഫിസ, ഹിക്കാറ്റ്, ഇതെല്ലാം എവിടെയാ? ജമ്മു കാശ്മീർ. ഓക്കെ, അടുത്തേന്ന് പറയുന്നത് ദ ഡാൻസ് ഫോം കാഷാദ് സുഗ്മിൻസിയം ഈസ് എ താങ്ക്സ് ഗിവിംഗ് ഡാൻസ് ഓഫ് വിച്ച് കമ്മ്യൂണിറ്റി? ഏത് കമ്മ്യൂണിറ്റിയുടെ താങ്ക്സ് ഗിവിംഗ് ഫെസ്റ്റിവൽ ആണ് കാഷാദ് സുഗ്മിൻസിയം? കാഷാദ് സുഗ്മിൻസിയം ഏതാണ്? നമ്മുടെ കാസി കമ്മ്യൂണിറ്റിയുടെ ആണ് കേട്ടോ. ഈ കാഷാദ് സുഗ്മിൻസിയം എന്ന് പറയുന്ന ഡാൻസ് ഫോം പെർഫോം ചെയ്യുന്നത് എവിടെയാ? അത് മേഘാലയയിലാണ് കേട്ടോ. എവിടെയാണ്? മേഘാലയയിൽ. ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എന്ത് ചെയ്യുക? പഠിച്ചോളുക. കാഷാദ് സുഗ്മിൻസിയം എന്ന് പറയുന്നത് ഡാൻസ് ഓഫ് ഹാപ്പി ഹേർട്ട് എന്നാണ് മീനിങ് കേട്ടോ. മീനിങ് എന്താണ്? ഡാൻസ് ഓഫ് ഹാപ്പി ഹേർട്ട് എന്നാണ് മീനിങ്. അപ്പൊ ഈ ഡാൻസ് ഫോം പെർഫോം ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഏതാ? കാസി കമ്മ്യൂണിറ്റി ആണ്. ഈ ഡാൻസ് ഫോം പെർഫോം ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്? മേഘാലയ. ലാഹോർ ഡാൻസും എവിടെയാണ്? മേഘാലയയിലാണ് കേട്ടോ. ലാഹോർ ഡാൻസും എവിടെയാണ്? മേഘാലയയിലാണ് ലാഹോർ ഡാൻസ് എന്ന് പറയുന്നത്. അപ്പൊ മറക്കണ്ട, ഇനിയും ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരും. കാഷാദ് സുഗ്മിൻസിയം എന്ന് പറയുന്നത് മേഘാലയയിലെ ഏത് കമ്മ്യൂണിറ്റി? കാസി കമ്മ്യൂണിറ്റി. ലാഹോർ ഡാൻസും എവിടെയാണ്? മേഘാലയ. ഓക്കെ, ലാഹോർ ഡാൻസ് എവിടെയാണ്? മേഘാലയ. ഓക്കെ ഓക്കെ എടാ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ദ വൈറ്റ് ടൈഗർ, ഹു ഓതർഡ് ദ വൈറ്റ് ടൈഗർ വിന്നർ ഓഫ് 2008 മാൻ ബുക്കർ പ്രൈസ്? 2008 മാൻ ബുക്കർ പ്രൈസ് ലഭിച്ച ദ വൈറ്റ് ടൈഗർ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ്? ആരാണ്? അരവിന്ദ് ആഡിഗയുടെ ബുക്കാണ് ഇത് ദ വൈറ്റ് ടൈഗർ എന്ന് പറയുന്നത്. ബിറ്റ്വീൻ ദ അസാസിനേഷൻ കേട്ടോ. ഓക്കെ, ബിറ്റ്വീൻ ദ അസാസിനേഷൻ എന്ന് പറയുന്ന ബുക്ക് ആരുടെയാണ്? അതും അരവിന്ദ് ആഡിഗയുടെയാണ്. അതുപോലെ തന്നെ സെലക്ഷൻ വേ, ഓക്കെ 1 സെക്കൻഡ്. സെലക്ഷൻ വേ, ബിറ്റ്വീൻ ദ അസാസിനേഷൻ, ലാസ്റ്റ് മാൻ ഇൻ ടവർ, ലാസ്റ്റ് മാൻ ഇൻ ടവർ. ഓക്കെ, അപ്പൊ സെലക്ഷൻ വേ, ബിറ്റ്വീൻ അസാസിനേഷൻ, ലാസ്റ്റ് മാൻ ഇൻ ടവർ, ഇതെല്ലാം ആരുടെ ബുക്കുകളാ?
അരവിന്ദ് അഡിഗയുടെ ബുക്കുകളാണ് കേട്ടോ. അപ്പൊ ഈ 4 ബുക്കുകൾ മെയിൻലി ഒന്ന് പഠിച്ചോളുക. ഏതൊക്കെയാണ്? നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ദ വൈറ്റ് ടൈഗർ, ഓക്കെ, ദ വൈറ്റ് ടൈഗർ, സെലക്ഷൻ വേ, അതുപോലെ ബിറ്റ്വീൻ ദ അസാസിനേഷൻ, ലാസ്റ്റ് മാൻ ഇൻ ടവർ. ദ വൈറ്റ് ടൈഗർ, ബിറ്റ്വീൻ ദ അസാസിനേഷൻ, ദ ലാസ്റ്റ് മാൻ ഇൻ ടവർ, സെലക്ഷൻ വേ. ഇതെല്ലാം ആരുടെയാണ്? അരവിന്ദ് അഡിഗയുടെ ബുക്കുകളാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. 1 സെക്കൻഡ്. അരവിന്ദ് അഡിഗയുടെ ബുക്കുകൾ നമ്മൾ പറഞ്ഞതേ ദ വൈറ്റ് ടൈഗർ പറഞ്ഞു, സെലക്ഷൻ വേ അല്ല, സെലക്ഷൻ ഡേ ആണ് കേട്ടോ, സെലക്ഷൻ ഡേ. അതുപോലെ തന്നെ ദ വൈറ്റ് ടൈഗർ, സെലക്ഷൻ ഡേ, ബിറ്റ്വീൻ ദ അസാസിനേഷൻ, ദ ലാസ്റ്റ് മാൻ ഇൻ ടവർ. ദ ലാസ്റ്റ് മാൻ ഇൻ ടവർ. ഓക്കെ ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ ആണല്ലോ. അപ്പോ ഓരോ ക്വസ്റ്റ്യനും അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതിന് കൂടെ തന്നെ പറഞ്ഞു തരുന്ന എന്ത് ചെയ്യാം, ഫാക്ടുകൾ പഠിച്ചോളുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.